മാപ്സ് മീഡിയ എന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് ആണ് 2025 ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ആറാട്ടണ്ണനും പിന്നെ നമ്മുടെ മാപ്സ്റ്റിക് ടീമുമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനയ്ക്ക് ലാലേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എനിക്കോ നല്ല അഭിപ്രായമാണ്. ലാലേട്ടനാണ് മമ്മൂക്കിയാണ് മികച്ച നടൻ? മമ്മൂക്ക നടന്നതല്ല. രണ്ട് തലം ഒരേ തലം. ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് മെത്തഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ. ലാലേട്ടന് നാച്ചുറൽ ആക്ടിങ്ങും ഉണ്ട്, മെത്തഡ് ആക്ടിങ്ങും ഉണ്ട്. മമ്മൂക്കയ്ക്ക് മെത്തഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ. ചില ഇങ്ങനത്തെ ഈ എന്താ അംബേദ്കർ അതുപോലെ റോൾ ചെയ്യുന്ന മെത്തഡ് ആക്ടിങ് വേണം. അത് ലാലേട്ടൻ കാണിച്ചിട്ടുണ്ട്. വളരെ പ്രശ്നം അല്ല, പക്ഷെ ലാലേട്ടൻ രണ്ടും ഉണ്ടെന്ന്. മെത്തേഡും ഉണ്ട്, നാച്ചുറലും ഉണ്ടാ. രണ്ടും ഉണ്ടാ. മെത്തേഡ് ഉണ്ടാ. 20 മെത്തേഡാണ് പുള്ളിക്ക്. രണ്ടും ഉണ്ടാ. അഭിനയിക്കുന്ന ഡയറക്ടറിന്റെ ഒരു കയ്യിലല്ലേ? അങ്ങനെ മാത്രമല്ല. എം ടി പറഞ്ഞു നമ്മൾ തായ്വാരം കണ്ടപ്പോൾ ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ലെവലിന്റെ അപ്പുറത്തേക്ക് ലാലേട്ടൻ കൊണ്ടുപോകും. ശരി, സമ്മതിച്ചു. ഡയറക്ടർ മാത്രമല്ല, ഇപ്പൊ മണിയത്തനല്ല എന്താ അഭിപ്രായം? ഒരു കഴിവില്ലാത്ത ഒരു ഡയറക്ടർ ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാണെന്ന് വിചാരിക്കും. അത് ബുദ്ധിമുട്ടാണ്. ടീം വർക്കാണ്. ശരിക്കും ഡയറക്ടറിന്റെ കഴിവിലാണ്, സിനിമ ടീം വർക്കാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു അഭിനയിക്കാൻ അറിയാത്ത ഒരാൾക്ക് നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അഭിനയിപ്പിച്ചു. ഇപ്പൊ അലിൻ ജോസ് പെരേര നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ ബ്രൈറ്റ് പറഞ്ഞിട്ട് വേറെ കോമാളത്ത് കാണിക്കുന്ന വേറെ ബേസിക് ആയിട്ട് ഒരു ടാലന്റ് ഉണ്ട്. അവൻ കാണിക്കാത്ത, അവൻ സ്റ്റാർട്ടത്തിന് പുറകെ ഗുണമുണ്ടാണ്. പക്ഷെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. അതാ, പക്ഷെ നല്ലൊരു ഡയറക്ടറെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ ഡയറക്ടറേറ്റ് മാത്രം ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. തീർച്ചയായിട്ടും പറ്റും. കാരണം ഇപ്പൊ പഴയ സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നും. ദേവനല്ല പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ പല റോൾസും ചെയ്യാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ഒരു കാലത്ത് ലാലേട്ടനുള്ള റേഞ്ച് ഭയങ്കരമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ചെയ്യാൻ പറ്റാത്ത റോൾസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എമ്പുരാനിൽ ഇപ്പോഴത്തെ ഒരു കുഴപ്പമാണ്, ലാലേട്ടൻ താരത്തെ മാത്രമേ കാണുള്ളൂ, മോഹൻലാൽ നടനെ കാണുന്നില്ല. അല്ല, ഇപ്പൊ പലരും പറയുന്നുണ്ട് ആന്റണി വരുമ്പോഴാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. പുള്ളിയും കേൾക്കണ്ടേ, പക്ഷെ പുള്ളിക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പലിച്ച് മനസ്സിലാവണില്ല. ആർക്ക്? മോഹൻലാലിന്. മമ്മൂട്ടിയിലെ മരിക്കുന്നവരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞില്ല. അല്ല, അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാൻ ചെയ്യാനുള്ളതെക്കാട്ടും എക്സ്പെരിമെന്റ് ചെയ്തത് മമ്മൂട്ടിയും കമലഹാസനൊക്കെയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു. ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്ത മമ്മൂട്ടിയാണ്. പക്ഷെ പുള്ളി പറഞ്ഞാൽ ഞാൻ ആയ കാലത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ സാച്ചുറേഷൻ ഇല്ല. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. പുള്ളിനെ വിമർശിക്കുന്ന ഇത് പറഞ്ഞപ്പോ ഞാൻ ചെയ്യാനുള്ളതൊക്കെ വേറെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അർത്ഥം അങ്ങനെയാണല്ലോ. ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആള് പറഞ്ഞത്. പുള്ളി ഉദ്ദേശിച്ചത് എനിക്കിനി പ്രൂവ് ചെയ്യാവുന്നില്ല. പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പുള്ളി ഉദ്ദേശിച്ച പ്രൂഫ് കഥാപാത്രമല്ല, എനിക്കിനി ജനങ്ങളുടെ ഇടയിൽ ഒന്നും പ്രൂവ് ചെയ്യാവുന്നില്ല പുള്ളി ഉദ്ദേശിച്ചത്. ഒരു കലാകാരൻ അങ്ങനെ ഫിലിമാണ്. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ എടുത്ത് മാറിയിരിക്കണം. ഇനി നല്ല ടൈം വരുവാണ്. ചെയ്യുവാണെങ്കിൽ നല്ല സാധനങ്ങൾ ചെയ്യണം. എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് മനഃപൂർവ്വം എന്തിനാണ് ഇറക്കത്തിലേക്ക് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. മനഃപൂർവ്വമാണ്. മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം അല്ല. പുള്ളിക്ക് ഇപ്പൊ പുള്ളിയുടെ കയ്യിലല്ല കാര്യങ്ങളും. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പഴയ ഡയറക്ടേഴ്സ് പുള്ളി ഒന്നും കാണാൻ പോലും പറ്റില്ല. പുള്ളി ചുറ്റും ആന്റണി പെരുമ്പാവൂർ കവർ ചെയ്യുന്നത്. അങ്ങനെ ഒരാളുടെ കീഴിൽ നിൽക്കേണ്ട ആളാണോ? അത് പുള്ളിയുടെ പ്രശ്നമാണ്. പുള്ളി ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചില്ല. അടിമ പോലെ സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ പണ്ട് അങ്ങനെ സ്വന്തമായിട്ട് എടുത്ത ആളാണ്. ഒരുപാട് പേര് പുള്ളി പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പുള്ളി പഠിച്ചു. സാമ്പത്തിക പതനം ആക്കിയത് ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂർ 2000 മുമ്പ് വന്നല്ലേ പുള്ളിയുടെ നരസിംഹം പോലെ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ കരിയർ മാറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ ബ്ലഡ് ഷീഡിൽ കുറച്ച് പടങ്ങളേ ഉള്ളൂ. തന്മാത്ര, പ്രണയം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പടങ്ങളേ ഉള്ളൂ മോഹൻലാൽ നല്ലതായിട്ട്. ആന്റണി പെരുമ്പാവൂർ നല്ലൊരു കച്ചവടക്കാരനാണ്, മോഹൻലാൽ നല്ലൊരു കലാകാരനാണ്. അപ്പൊ മോഹൻലാൽ സിനിമയിലും ആന്റണി പെരുമ്പാവൂർ ബിസിനസ് ശ്രദ്ധിക്കുകയാണ് നല്ല കോമ്പിനേഷനാണ്. പക്ഷെ മോഹൻലാൽ ഇപ്പൊ സിനിമ ഒരു ബിസിനസ് മോഹൻലാലിന് പറ്റില്ല. അല്ല, സിനിമ ഒരു ബിസിനസ് ആണെന്ന് ഒരു പറഞ്ഞ് ഭയങ്കര വിവാദം ആയിരുന്നു.
എനിക്ക് സിനിമ ബിസിനസ് ആണ്. ഞാൻ എല്ലാവർക്കും സിനിമ ബിസിനസ് ആവാൻ നടന് അല്ലെങ്കിൽ അഭിനേതാവിന് സിനിമ ബിസിനസ് ആവാൻ പാടില്ല. പ്രൊഡ്യൂസറിന് മാത്രമാണ് സിനിമ ബിസിനസ് ആവാൻ പാടില്ല. ഞാൻ പറയട്ടെ, പണ്ട് മുതലേ പടം പ്രൊഡ്യൂസറാണ്, മോഡലാണ്. ഇഷാനസ് അബ്ദുള്ള, കമലദളം ഇതെല്ലാം ചെയ്ത് ഒരുപാട് നഷ്ടം ഉണ്ടായാണ്. ഈ ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വലിയ ലാഭമൊന്നും കിട്ടില്ല. മമ്മൂട്ടി അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം എന്ന് പറയാം, പുള്ളി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. മോഹൻലാൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ ആദ്യം മുതലേ കിട്ടുന്ന കാശ് പോയി, ആദ്യം മുതലേ ബിസിനസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഉണ്ണീർ കഥ പറയുമ്പോൾ മുതലേ ഉണ്ട്. പുള്ളിക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുള്ളി പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറായിരിക്കും വലിയ ലാഭമൊന്നും കിട്ടില്ല. പുള്ളി പോലും വലിയ ലാഭമില്ല. ആ കാശ് ആയിരിക്കും റിയൽ എസ്റ്റേറ്റിൽ ഇടാം. അത് ഇടാതെയാണ് അതിന് നല്ല സിനിമ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യുന്നത് മലയാളം സിനിമ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ലാലേട്ടൻ എന്തുകൊണ്ട് ആർട്ട് പടം ചെയ്യുന്നില്ല? കാരണം നമുക്ക് ചെയ്താൽ അവാർഡ് കിട്ടില്ല, ഇവർക്ക് അവാർഡ് കിട്ടില്ല, കളക്ഷൻ കിട്ടില്ല. അവാർഡ് കിട്ടില്ല, ഇനി കിട്ടില്ല. ഇനി ഇവർക്ക് ഓൾറെഡി എത്ര അവാർഡ് കിട്ടി? 3-4 കിട്ടിയില്ല. അവാർഡ് ജെന്യൂൻ അല്ല, അവാർഡ് ജെന്യൂൻ ഇഷ്ടമല്ല. അവാർഡ് ജെന്യൂൻ പൈസ കൊടുത്തല്ല. അതാണല്ലോ നമ്മുടെ പ്രാഞ്ചേട്ടനിൽ കാണിച്ചത്. അത് പൈസ കൊടുത്ത് മാത്രമല്ല, നമുക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും വേണം, ആ ജൂറിയിൽ ആരെങ്കിലും വേണം, എന്നാലും അവാർഡ് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ റീസെന്റ് ഒരുപാട് ചാനലുകൾ അവാർഡ് എടുക്കുന്നത് പൈസ കൊടുത്താൽ മേടിക്കുന്ന അവാർഡുകൾ. അത് അങ്ങനത്തെ അവാർഡുകൾ. മറ്റേ കാശ് നാഷണൽ അവാർഡ് കാശല്ല, പക്ഷെ ഇൻഫ്ലുവൻസ് ആണ്. പാർട്ടി നോക്കി കിട്ടുമല്ലോ. ഇപ്പൊ ഏത് ഭരണ പാർട്ടി ഏതാണോ ശരി. ഇപ്പൊ പുഷ്പയ്ക്ക് ഇയാൾ കിട്ടി, കങ്കണ കിട്ടി. കങ്കണ റൗണ്ട് കിട്ടാൻ ബി ജെ പി കാര്യമുണ്ടോ? അല്ല, ഇപ്പൊ കന്നഡയില് നമ്മുടെ കിച്ച സുദീപ് അവാർഡ് കിട്ടിയപ്പോ പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. അതേപോലെ പറയൂ? ഇല്ലല്ലോ, മലയാളികൾ ആരെങ്കിലും പറയും. ഞാൻ പറയുന്നത് ആസ് ഫാർ ആസ് ആക്ടിങ് നോക്കുമ്പോൾ മോഹൻലാൽ ആസ് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നമുണ്ട്, വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ട്. പക്ഷേ ആസ് ആക്ടർ അയാൾ ജോലിയിൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. മമ്മൂക്കയെല്ലാം പലപ്പോഴും മൂഡ് ഔട്ട് ആയിട്ട് ലൊക്കേഷൻ വന്നിട്ടില്ല. മോഹൻലാൽ പക്ക പ്രൊഫഷണലാണ്. പുള്ളിയുടെ അമ്മ പോലും ആശുപത്രി കൊടുക്കുന്ന സമയത്ത് പുള്ളി ആക്ട് ചെയ്ത ആളാണ്. പക്ക പ്രൊഫഷണലാണ്, ഭയങ്കര ടാലന്റഡുമാണ്. അയാൾ കുഴപ്പമാണ്, ചുറ്റുമുള്ള ആൾക്കാരാണ് അയാൾ കൺട്രോൾ ചെയ്യുന്നത്. അയാൾ ആൻഡ് വരുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അതിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. അതിൽ സാമ്പത്തികമായിട്ട് സെക്യൂർ ആയത് പ്രായം കൂടുന്നവർ പക്വത കുറഞ്ഞു വരാണ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പറ്റില്ല. പക്വതല്ലേ, അല്ല കുട്ടിത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിഷയങ്ങൾ പുള്ളിക്ക് അറിയില്ല. പുള്ളിയോട് ശാസ്ത്രം മറ്റൊരാളെ ചോദിക്കേണ്ട, പുള്ളിയോട് ചോദിക്കേണ്ട കല, അങ്ങനത്തെ കാര്യങ്ങളാണ്. പുള്ളിയുടെ കലാകാരനാണ്. കലാപരമായ കാര്യം പുള്ളിയോട് ചോദിക്കുക, അതിന് പുള്ളി നല്ല ഉത്തരം തരും. അല്ലാതെ വേറെ കാര്യം പുള്ളിയോട് ചോദിക്കുന്ന കാര്യമില്ല. പുള്ളി ഒരു ശാസ്ത്രജ്ഞനോ അങ്ങനെയൊന്നല്ല. പുള്ളിയോട് കലാപരമായ കാര്യം ചോദിക്കുക, അതിന് പുള്ളി നല്ല മറുപടി തരും. അത് കറക്റ്റാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും ബെമ്പുര റിലീസ് ആവാണ്. അപ്പൊ അതിനെ പറ്റിയൊരു പ്രതീക്ഷ എന്താണ് ആറാണെണ്ണന്റെ? ഞാൻ കൺഫ്യൂഷൻ ഇല്ല. ഈ ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയോണ്ട് ചെറിയ സംശയമുണ്ട്. ഇപ്പൊ ഗോകുലം എടുത്തിരിക്കുകയാണ്. ഗോകുലം കേരളത്തിലല്ലേ? ഒരുപാട് പടം പോയി. പക്ഷേ ഈ അവസാന നിമിഷം അവസാന നിമിഷം പറയാൻ മാറാനുള്ള കാരണം മനസ്സിലാവണില്ല. അവിടെയാണ് ആന്റണി അടുത്ത ആളെ കൊണ്ടുവന്നിട്ടില്ലേ? ഇപ്പൊ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതാണ്. ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി. അവര് എടുക്കാതെ വേറൊരാൾക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ സിനിമയിൽ അവർക്ക് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ അല്ല. ഇപ്പൊ ഇയാൾ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇയാൾ പറഞ്ഞ പോയിന്റ് ഈ ആ ഇൻഫർമേഷൻ എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക ഡബ്ല്യു ചോദിച്ചെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാവാം. അല്ല, എന്നാലും ഇവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. സ്വന്തം സിനിമ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ആന്റണി പെരുമ്പാവൂർ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ഈ 3 പേർ കൂടി വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഇത് ഭയങ്കര ബിഗ് ശരിയാണ്. ഇത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ലൂസിഫർ പോലെയൊന്നല്ല, ത്രൂ ഔട്ട് വേൾഡ് റിലീസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗോകുലം മൂവീസ് സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ റിലീസ് വരെ മാറ്റി വെക്കേണ്ട അവസ്ഥയായിരുന്നു. അല്ലേ? അല്ല, അങ്ങനെ എന്തായാലും ഉണ്ടാവുമായിരുന്നു. ഗോകുലം മൂവീസ് പടം എടുത്തില്ലായിരുന്നെങ്കിൽ റിലീസ് മാറ്റി വെക്കായിരുന്നു. ഭയങ്കര ബിഗ് സ്കെയിൽ ഫിലിമാണ്. നിങ്ങൾ ലൂസിഫർ പടം ഒന്നല്ല. ഇത് ഭയങ്കര ഒരു പാൻ വേൾഡ് എന്ന് പറയാം. ആ രീതിയിൽ വരുന്ന പടമാണ്. ഒരു ടോം ക്രൂസ് പടം പോലേക്ക് ഡയറക്റ്റ് വെച്ചാണ്. ഭയങ്കര വലിയ മൂവിയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവര് റിസ്ക് എത്ര എടുത്തു? ഇപ്പൊ ഇതിന് വേണ്ടി എന്ത് റിസ്ക് എടുത്തു? മരക്കാൻ വേണ്ടി റിസ്ക് എടുത്തില്ലേ? മരക്കാരന് വേണ്ടി മാത്രമേ ഉള്ളൂ ആകെ റിസ്ക് എടുത്തേ. അല്ലല്ലേ, ഏറ്റവും റിസ്ക് എടുത്തില്ല. പ്രൊഡക്ഷൻ തന്നെ റിസ്ക് ആണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസ്ക് ആണ്. മമ്മൂട്ടി വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു പടം, ഇത്ര പാൻ വേൾഡ് പടം വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലല്ലേ ശരിക്കും പറഞ്ഞ റിസ്ക് എടുക്കണ്ടേ? റിസ്ക് എടുത്തുള്ളൂ. എത്ര രൂപ ഇറക്കി? അല്ല, പക്ഷെ ഇതിന്റെ ബഡ്ജറ്റ് വളരെ ഹൈ ആണ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. ഞാൻ പറ്റി ഇയാൾക്ക് ഇത്രയും വലിയ പടം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് ഈ രൂപ എടുത്ത് വേണം റിയൽ എസ്റ്റേറ്റിൽ ഇടാം. ഇതാണ് കാശ് കിട്ടും. ഇയാൾ ഈ പടത്തിൽ ഇടുന്നത് നല്ല പടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ്.
അതിലെ കാലാപ്പനി പോലും അന്ന് 100 ദിവസം ഓടിക്കുന്ന അയാൾക്ക് മുടക്കിയ കാശ് കിട്ടിയില്ല. പൃഥ്വിരാജ് എന്ന് പറഞ്ഞപ്പോ നോനൊക്കെ പോലെയാണ്, പ്രാക്ടിക്കൽ എഫക്റ്റ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പത്തെ സിനിമയിലെ മേക്കിംഗ് ആണ്. അല്ല, ബഡ്ജറ്റ് വിടാനുള്ള കാരണം അതുകൊണ്ടാണ്, പ്രാക്ടിക്കൽ എഫക്ട് എടുക്കുന്നതുകൊണ്ടാണ് ബഡ്ജറ്റ് വിടുന്നത്. അവിടെ കുറച്ച് VFXോ അല്ലെങ്കിൽ ഇത് പറഞ്ഞൊരു പോയിന്റ് വേണമെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷനും എല്ലാം ചെയ്യണം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ അല്ല, വേണമെങ്കിൽ 3 പേർക്കും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. 3 പേരോട് ഒരുമിച്ചെടുത്താൽ മതിയല്ലോ. 3 പേരും ഉള്ളതല്ലേ പടത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അത് പോയിന്റ് ആണ്. ഇപ്പൊ 4ാമത് ഒരാളെ കൊണ്ടുവന്നേക്കാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഹൗസ് നല്ല പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അതെ, അവരെന്താ ഇൻവെസ്റ്റ് ചെയ്ത് അറിയില്ല. അതാ ഞാൻ ചോദിച്ചത്. ശരിക്കും പറഞ്ഞ പൃഥ്വിരാജ് ഓക്കെ ആണെന്ന് പറഞ്ഞു ആനിമൽമാരെ മണ്ണിടിക്കുക, നന്നായിട്ട് പണിയടിക്കുന്നുണ്ട്. എല്ലാ ഫംഗ്ഷനും എല്ലാം മണ്ണിടിക്കുന്നുണ്ട്. ഓക്കെ ആണെന്നാണ് പറയുന്നത്. അതാണ് അത് ആനിമൽമാർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇയാളുടെ പ്രൊഡക്ഷൻ ഹൗസ് ഇറങ്ങാൻ സോണിയുടെ പ്രൊഡക്ഷൻ ഹൗസ് സന്തോഷ് വർക്കി അല്ലെങ്കിൽ ആറാട്ടണിന്റെ സിനിമയിലുള്ള പ്രതീക്ഷ ഇല്ല, ഇപ്പൊ കുറഞ്ഞോ? ലൈക്ക പിന്മാറി. ഇയാൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അല്ല, ഞാൻ ചോദിച്ചത് ലൂസിഫറിന്റെ അത് പ്രതീക്ഷയില്ല, എങ്ങനെ വരുമെന്ന് അറിയില്ല. ഒരു അല്ല, ഇപ്പൊ സാമ്പത്തികമായിട്ട് വിജയമായിരിക്കും. സാമ്പത്തികമായിട്ട് വിജയമായിരിക്കും. കാരണം പ്രീ ബിസിനസ് പോയി നടക്കും. 1300 കളക്ഷനും പണം മോശമായാലും സാമ്പത്തികമായിട്ട്. പക്ഷെ അത് തന്നെ ചീറ്റിംഗ് ആണ്. ഈ ഷാറുഖ് ഖാൻ അതാ ചെയ്തിരിക്കണം. ഇവരുടെ സിനിമ മോശമായിരിക്കും, പക്ഷെ ബോക്സ് ഓഫീസിൽ അവർ കാശ് നേടും ഹൈപ്പ് കൊടുത്തിട്ട്. ഈ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ആനിമൽമാരുടെ മെയിൻ പരിപാടി. ഹൈപ്പ് കൊടുക്കലാണ്. മരക്കാരും വലിയ ലോസ് വന്നിട്ടില്ല അവരെ ഹൈപ്പ് കൊടുത്തുകൊണ്ടാണ്. അതേപോലെ ഗാങ്സ്റ്റർ മമ്മൂട്ടിയുടെ മൂവി ഫ്ലോപ്പ് ആയി പ്രൊഡ്യൂസറിനോട് ആനിമൽ പറഞ്ഞ് ഹൈപ്പ് കൊടുക്കാൻ പറഞ്ഞു. അത് തന്നെ ശരിക്കും ആളുകൾ ചതിക്കുകയാണ്. കാരണം പടം ഗുണമുണ്ടാവില്ല, പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയമായിരിക്കും. ഗോൾഡ് സിനിമ മോശമായിരുന്നു, പക്ഷെ അത് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആണ്. അപ്പൊ മലയക്കോട്ട വാലിബൻ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇറക്കിയത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ റിസ്ക് എടുക്കുന്ന കാര്യം പറഞ്ഞാ, ഫസ്റ്റ് പാർട്ട് അവരല്ല പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ സെക്കൻഡ് പാർട്ട് പ്രൊഡ്യൂസർ പിന്മാറി എന്ന് പറയുന്നത്. ഈ ആൻഡി ബിൽബറിന്റെ ആള് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ഹിറ്റായ ആളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ഒരു ആണെങ്കിൽ ഹിറ്റായിട്ടുള്ള ഓഡിയൻ അല്ല. അല്ല, ഒടിയൻ ഹിറ്റാണോ? ഒടിയൻ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആണ്. അല്ല, അപ്പൊ ആളായിട്ട് 2ാമത് പടം വരുന്നുണ്ടെന്ന് പൃഥ്വിരാജ് ചെയ്തില്ലേ ലൂസിഫർ ഫസ്റ്റ് പടം അല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഹിറ്റായ ആളുടെ ഒപ്പം മാത്രമേ പടം ചെയ്യുള്ളൂ. അല്ല, അങ്ങനെയല്ല. പുള്ളി സാധാരണ ഒരു പടങ്ങൾ ഹിറ്റാക്കിയിട്ടുള്ള ആളുടെയാണ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൃശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ജിത്തു ജോസഫിന്റെ വേറെ പടങ്ങൾ പ്രൊഡ്യൂസ്, അങ്ങനെ ആനിമൽ പടം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നപ്പോൾ പുള്ളി ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. എത്രയോ രൂപ പുള്ളിക്ക് പോയി. പുള്ളിയെ ഒരുപാട് എത്ര രൂപ പുള്ളിക്ക് പ്രൊഡക്ഷനിൽ പോയെന്ന് അറിയാം. അന്ന് മമ്മൂട്ടി ഒറ്റ പടം, മമ്മൂട്ടി ഇപ്പോഴും ബിഗ് ബഡ്ജറ്റ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മമ്മൂട്ടി എന്നോട് ജോൺ പോൾ സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ എന്നോട് സ്ക്രിപ്റ്റായിട്ട് ബിഗ് ബഡ്ജറ്റ് സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ പറഞ്ഞാണ് മമ്മൂട്ടി ഒറ്റ രൂപ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവൻ്റെ എല്ലാം റിയൽ എസ്റ്റേറ്റ്. പക്ഷെ മോഹൻലാലാണ് നല്ല സിനിമ വേണ്ടി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് നല്ല സിനിമ സ്വന്തം സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തേ. അതൊന്നും ഓടിയിട്ടില്ല. ഇപ്പൊ ഭരതോ ആയാലും ഇഷാനി അബ്ദുള്ള ആയാലും കമലതല ഇതൊന്നും വലിയ നല്ല പടങ്ങളാണ്. അത് ഈ പറഞ്ഞ പടങ്ങളെല്ലാം നല്ല പടങ്ങളാണ്. അത് പുള്ളി പ്രൊഡ്യൂസ് സമയമില്ല അവിടെ. പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 80-കളിലും 90-കളിലും മോഹൻലാലാണ് സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ടിരുന്ന എല്ലാം തീരുമാനിച്ച പുള്ളിയാണ്. ഇപ്പൊ ആൻഡി ബിംബാർ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമായില്ല. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാൻ പല പ്രൊഡ്യൂസേഴ്സും സ്വന്തമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കും. പൃഥ്വിരാജ് ചെയ്യുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ അല്ലാതെ കുറെ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് സ്വന്തമായിട്ട് അഭിനയിച്ച് സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ചെയ്യണ്ട. പക്ഷേ മോഹൻലാലിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാലഘട്ടം ലാലേട്ടന്റെ തുടക്ക കാലഘട്ടമാണ്. തുടക്കമല്ല, ഞാൻ പറയുന്നത് 91 എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ്. 86 പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തത്. രാജാവിന്റെ മകനൊക്കെ വരുന്നതിന് മുമ്പാണ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇഷാനി ശബ്ദത്തിലെല്ലാം 92-ലാണ് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തത്. 86 പുള്ളി രാജാവിന്റെ മകനോ 86 രാജാവിന്റെ മകനാണ് സൂപ്പർ സ്റ്റാർ ആയത്. 86 92-ലാണ് ഈ കമലതല പടം ഇറങ്ങിയത്. പുള്ളിക്ക് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് പോയാൻ നല്ല കാശ് കിട്ടിയാണ്. മമ്മൂട്ടി അത് ബുദ്ധിപൂർവ്വം ചെയ്താ. ഇയാൾ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണ്. പക്ഷെ മമ്മൂക്കിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളത് ഇപ്പൊ ലാലേട്ടനാണ്. അത് ഹോട്ടലുണ്ട്, അത് കല്യാണം കാരണം. മമ്മൂക്കിക്ക് ഒരു തിയേറ്റർ പോലും ഇല്ല. അല്ല, പുള്ളിയുടെ കല്യാണം കാരണം. പുള്ളിയുടെ വൈഫിന്റെ ഫാമിലി ഭയങ്കര റിച്ച് ഫാമിലിയാണ്. അതുകൊണ്ടാണ് പുള്ളി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പുള്ളി പിടിച്ചിരിക്കാനുള്ള കാരണം അതാണ്. അല്ലെങ്കിൽ പുള്ളി ഡൗൺ ആയി പോയാണ്. മോഹൻലാൽ ഒരുപാട് ഫിനാൻഷ്യൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ കിട്ടുന്നതല്ല. ഓരോ ഇൻഡസ്ട്രി ഉണ്ടാക്കുമ്പോഴാണ് റേറ്റ് കൂട്ടണം. വെറുതെ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ലാലേട്ടൻ കുറച്ചുകൂടെ ആർട്ട് മൂവീസ് ഏറ്റവും കൂടുതൽ ചെയ്ത മമ്മൂട്ടിയാണ് മോഹൻലാലിനെ കാട്ടും. ആർട്ട് മൂവീസ് മമ്മൂട്ടി കുറെ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അത്ര ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കോ രവീന്ദ്രന്റെ ഇന്റർവ്യൂ പറഞ്ഞപ്പോ പഴശ്ശിരാജനെ നമുക്ക്
മമ്മൂക്കേനെ അല്ലാതെ ലാലേട്ടനെ ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ അല്ലാതെ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ കായങ്ങൾ കൊച്ചിൽ മോളെ ഹിസ്റ്റോറിക് ഇത്തിക്കര ബാക്കി നന്നായി ചെയ്തിട്ടുണ്ടോ? ഈ മമ്മൂട്ടിയോ എങ്ങനെയിരിക്കും? നന്നായി ചെയ്തു ഇത്തിക്കര ബാക്കി അല്ല, പക്ഷേ നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹിസ്റ്റോറിക്കൽ വേഷങ്ങൾ ഒരുപാട് മരക്കാറ് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു ക്യാരക്ടർ. നല്ല മൂവിയാണ്, ഷോ ആയി പോയി. അല്ല ഞാൻ പറയുന്നത് ലാലേട്ടന്റെ ആ ഒരു അല്ലെ ഒരു ഏത് സിനിമ ഫ്ലോപ്പ് ആയാലും മോഹൻലാലിന്റെ പെർഫോമൻസ് ഡൗൺ ആവാറില്ല. വേറെ പല കാരണം കൊണ്ടാണ് ഫ്ലോപ്പ് ആവുന്നത്. മോഹൻലാലിന്റെ ആക്ടിങ് ഒരിക്കലും മോശമായിട്ടില്ല. അത് ഡയറക്ഷൻ മലക്കോട്ട വാലിബൻ തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പെർഫോമൻസ് അവിടെ പോയിട്ടില്ല. അല്ല ആ പടം ബേസിക്കലി നല്ലതാണ്. ലാഗായി വന്ന പ്രശ്നമായതാ. അല്ല അതില് ഡയലോഗ് ഡെലിവറി ഒക്കെ ഇപ്പോഴും ക്രിഞ്ച് ആയിട്ട് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഭാവ അഭിനയുണ്ട്, ഫേഷ്യൽ എക്സ്പ്രസ്, അതെല്ലാം ഇപ്പൊ മോളെ കുറച്ച് പോയിരിക്കുകയാണ്. അത് മോഹൻലാൽ തന്നെ ഏറ്റവും മുന്നില്ല. അല്ല പക്ഷെ ഈ ലോകത്ത് ഡയലോഗ്സ് നമ്മൾ നോക്കണ്ടേ? ഡയലോഗ് ഡെലിവറി അതിനകത്ത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നതെന്നൊക്കെ മരക്കാറില്ല. മരക്കാറില്ല വെട്ടി അതൊക്കെ ഒരുപാട് വോയിസ് അല്ല, ഈ സ്ലാങ് വോയിസ് സ്ലാങ് ഒന്നും പറ്റത്തില്ല. അതെല്ലാം മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് നല്ല പൗരസ്യമുള്ള ബോഡി ഉണ്ട്, നല്ല ശബ്ദമുണ്ട്. ഇതൊന്നും മോഹൻലാലിനില്ല. മോഹൻലാലില്ല അഭിനയം മാത്രമേ ഉള്ളൂ. അയാൾ നമ്മുടെ ഇന്ത്യയിൽ വേൾഡിലെ 98% ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ്. ഹോളിവുഡ് ആക്ടേഴ്സ് ആയാലും കമലഹാസനായാലും ഇപ്പോൾ ഫാസ്റ്റിലായാലും മമ്മൂട്ടി ആയാലും ഇവരെല്ലാം മെത്തേഡ് ആക്ടിങ് ആണ്. പക്ഷെ മോഹൻലാൽ രണ്ടും പറ്റും. ഇപ്പോൾ കിലുക്കോ അല്ലെങ്കിൽ സ്പടികം ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിങ് ആയിരിക്കും. അന്ന് സെയിം ടൈം വാനപ്രസ്ഥവും ഭരതം ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടിങ് ആയിരിക്കും. ഇത് രണ്ടു പേരും നടന്ന വേറെ ഇല്ല. ഇയാൾക്ക് ഒരു ഹാങ് ഓവർ ഇല്ലാതാണ്. ഇയാൾ ഒരു കഥാപാത്രം ഒരു സെന്റിമെന്റ് സീനായിരിക്കും, അത് പറയുന്നത് തുടങ്ങുന്ന നേരം തമാശ കൊണ്ടിരിക്കും. അതിനെ തിരിച്ചറിയും ഒരു ഹാങ് ഓവർ നടന്നു. ബാക്കിയുള്ളവർക്ക് എന്തൊരു ഹാങ് ഓവറാണ്. ഇയാളുടെ ഒരു പ്രൈം ടൈം പറഞ്ഞാൽ ലേറ്റ് 80s early 90s ആയിരുന്നു. അന്ന് അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത റോൾസ് ഇല്ലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ എല്ലാം ഉഗ്രപടങ്ങളായി. ഞാൻ സാധ്യതയില്ല തിയേറ്ററിൽ പോയി കണ്ടെത്തുന്ന ആളാണ്. അന്ന് പുള്ളിയുടെ ഗോൾഡൻ ടൈം ആയിരുന്നു. പുള്ളിയുടെ ആസ്ട്രോളജി തെറ്റാൻ ആൾക്കാർ പറയും. പുള്ളിയുടെ 17 മുതലുള്ള ഫസ്റ്റ് തിരുനോട്ടം മുതൽ 37 വയസ്സുള്ള എന്നാണ് ആ പേര് പ്രിൻസ് വരുന്നവരാണ്. പുള്ളിയുടെ നല്ല ടൈമായിരുന്നു. അതേന് പിന്നെ ഈ നരസിംഹമാണ് വേറെ രീതിയിലേക്ക് മാറ്റിയത്. അതിന് വന്നിട്ടല്ലോ. നരസിംഹം കഴിഞ്ഞ് 13 ഫ്ലോപ്പ് വന്നു, അതിന് തിരിച്ചു വന്നു. പിന്നെ ന്യൂ ജനറേഷൻ വന്നപ്പോൾ ഡൗൺ ആയി, പിന്നും വന്നു. അത് പുള്ളി തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഒരു കംബാക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതാണ് തന്മൂർത്തി പടം മാറ്റി വെച്ചിരിക്കുന്നത്. മാറ്റല്ല, അല്ല അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതിയ ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. ആവേശം ഡയറക്ടർ ചാൻസ് കൊടുത്തു. പക്ഷെ കുഴപ്പമാണ് ഈ പുതിയ ഡയറക്ടേഴ്സ് പുള്ളി വെച്ച ഫാൻ ബോയ് പടങ്ങളെ പഠിക്കുന്നത്. പുള്ളി പോലെ ആക്ടിങ് ഔട്ട് റോൾസ് കൊടുക്കുന്നില്ല. അല്ല കൊടുക്കാത്തല്ലേ എടുക്കാത്തല്ലേ. ഈ ബിഗ് ബഡ്ജറ്റ് പറഞ്ഞ ഈ ആനിമേ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബഡ്ജറ്റ് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരുപാട് നല്ല സിനിമകൾ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഷാജുൻ കരണ്ടാവും 1% ആയിട്ടുള്ള പടം, ഒരുപാട് പേര് ഗൗതം മേനോട് ഫിലിം, പല ഫിലിം പുള്ളി മാറ്റി വെച്ചു. റംബ മാറ്റിയപ്പോൾ ഒരുപാട് നല്ല അഭിനയശാസ്ത്ര പുള്ളി അടുത്താത് വന്നു. എല്ലാം കളഞ്ഞ് ബിഗ് ബഡ്ജറ്റിന് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആൻഡി ബെൻബാർ ബിഗ് ബഡ്ജറ്റിനോട് ഉദ്ദേശിക്കുന്ന കാശിനാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പ്രണവ് എന്തായാലും ഇനി സിനിമയിൽ വരില്ല, പുള്ളിക്ക് താല്പര്യമില്ല. മോഹൻലാലിന് എത്ര വർഷം ഉണ്ടാവും? കുറച്ച് വർഷം ഉണ്ടാവും. ആ നാളോട് മാക്സിമം കാശിനാക്കണമെന്ന് നോക്കണം. അത് മോഹൻലാലിന് അറിയില്ല. ആൻഡി ബെൻബാറിനെ സ്ട്രാറ്റജിയാണ്. മോഹൻലാൽ ഫുള്ളി കൺട്രോൾ ബൈ ആൻഡി ബെൻബാറാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവിടെ എല്ലാം ഇയാളെ കൺട്രോൾ ചെയ്യുന്നത്. പണ്ട് ഫിലിം ഉണ്ട് സൂര്യപുത്രി പറഞ്ഞു, മറ്റേ അമലയും അവസാനം ശ്രീവിദ്യക്കാൻ പറ്റും. അതുപോലെ സംഭവിക്കുന്ന പേടിയുണ്ട്. അത് മുഴുവൻ ആൻഡി ബെൻബാർ കൺട്രോളിലാണ്. ഇപ്പം ഇട്ടിമാണി ഒരു പടം ഫ്ലോപ്പായിട്ട് അയാൾ ഇട്ടിമാണി ഫിലിമിൻ്റെ ഡയറക്ടർ ആൻഡി ബെൻബാറിൻ്റെ കസിൻസാണ്. മോഹൻലാലോട് സ്ക്രീൻ പറയുകയാണ് ഈ പടം ഹിറ്റാണ്. പല പടം ഹിറ്റാണ് ഫ്ലോപ്പാണ് പോലും പുള്ളി അറിയുന്നില്ല. മാത്രമല്ല പുള്ളി അറിയുന്നില്ല. സിനിമ കാണാൻ അങ്ങനെ പറയുമ്പോൾ പുള്ളി വളരെ സെൻസിറ്റീവ് ഇങ്ങനെ പുറമേ കാണിക്കുന്നതാണ്. പുള്ളിയുടെ വൈഫ് എല്ലാവരും പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവാണ് പുറമെ. അതുകൊണ്ടാണ് പുള്ളിക്ക് വൈരാഗ്യമുള്ളത്. പുള്ളി ഒരിക്കലും ഒരാൾ വേദനിപ്പിച്ചാൽ പുള്ളി ഒരിക്കലും ക്ഷമിക്കില്ല, മറക്കില്ല. അത് അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് പുറമേ കാണിക്കാത്തതാണ്. ശരിക്കും എല്ലാം നല്ല ഫീലിംഗ് ഉള്ള ആൾ തന്നെയാണ്, പുറമേ കാണിക്കാത്തതാണ്. പക്ഷേ എമ്പുരാൻ എനിക്കറിയില്ല എങ്ങനെ വരുമെന്ന് അറിയില്ല. സിനിമാക്കാരൻ്റെ പണി വെക്കുന്നുണ്ട് എമ്പുരാണ്. പണ്ട് മരക്കാർ ഇറങ്ങപ്പോൾ ഫിയോക്കിന്റെ വിജയകുമാർ നല്ല പണി വെച്ചു മരക്കാർ ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി. ആ ഒരു കളി ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ വലിയ പ്രൊഡക്ഷൻ റിലീസ് പത്ത് വന്നില്ലേ, ഇങ്ങനത്തെ മൂവീസ് വന്നാലേ എന്തായാലും എമ്പുരാൻ വിജയിക്കണം. എന്നാലും ഇങ്ങനത്തെ എനിക്കൊരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ പറ്റുള്ളൂ. റിലീസ് പോത്തൻ ഇങ്ങനത്തെ ഒരു എമ്പുരാൻ ഹിറ്റായില്ല, എനിക്കൊരു ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാനുള്ള കോൺഫിഡൻസ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ സിനിമാക്കാരന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാമോ? ബഡ്ജറ്റ് എനിക്കറിയില്ല. പക്ഷേ വലിയൊരു ലാർജ് സ്കെയിൽ ഫിലിമാണ് ഇത്. ലൂസിഫർ പോലും കേരളത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഫിലിമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊമോഷനും കുറവാണല്ലോ. തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഹൃദയപൂർവ്വമാണ് സിനിമയുടെ മോളെ ബ്രേക്ക് എടുക്കുക. 2 ആഴ്ച ഇനി മുഴുവൻ മാർക്കറ്റിംഗ് പ്രൊമോഷനാണ്. പുള്ളി ബ്രേക്ക് എടുത്തല്ലോ ഹൃദയപൂർവ്വം പ്രൊമോഷനാണ്.
ഇന്റർവ്യൂസ് ഒക്കെ വരും. ഈ പ്രൊമോഷനിൽ ആരും പറയുമ്പോൾ ഈ മാർക്കോൾ സിനിമ പ്രൊമോട്ട് ചെയ്ത ആളുണ്ട്, ഒബ്സ്കർ റിൻസിയാണ്, എനിക്കറിയാം അവിടെ. അവര് വേറെ ആരും ചെയ്യാത്തില്ല മാർക്കറ്റിൽ കൊണ്ടാണ് മാർക്കോ ഹിറ്റായത്. ഇവരെല്ലാം എന്താ ജസ്റ്റ് പോയി ഇന്റർവ്യൂ കൊടുക്കുക, യൂഷ്വൽ പാറ്റേൺ പോലെയാണ്. ഒരു ഔട്ട് ഓഫ് ബോക്സ് അമീർ ഖാൻ പോലെ ചിന്തിച്ച അവരാണ്. അതുകൊണ്ടാണ് മാർക്കോ ഇത്ര ഹിറ്റാവാൻ കാരണം. അങ്ങനത്തെ മാർക്കറ്റിംഗ് ഇവിടെ ഇല്ല. ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ഒരു പടം വരുന്നുണ്ടെന്നുള്ള ഒരു അത് സംഭവം ഏത് ഓഡിയൻസിനും എനിക്കറിയാം. ഒബ്സ്കറല്ല റിൻസിയാണ് അവർക്കറിയാം ഏത് ഓഡിയൻസിനും വേണം അവർക്ക് എത്തിച്ചു വരാം. മറ്റേതിലെ വെറുതെ ഈ പ്രൊമോഷൻ ഇപ്പോൾ നിഖില വന്ന് വെറുതെ ഇന്റർവ്യൂ ചളി പറഞ്ഞൊന്നും കാര്യമില്ല. കുറെ 5-10 ഇന്റർവ്യൂ കൊടുത്ത് ഒരു കാര്യമില്ല. അല്ല, ഒരു അഡൾട്ടറേറ്റഡ് മൂവി ആയിട്ട് പോലും എത്ര ഹിറ്റ് അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പക്ഷെ അതിന്റെ സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ അത് വയലൻസ്. ഫസ്റ്റ് അത് കുഴപ്പമില്ല. എനിക്ക് വയലൻ മൂവി ഞാൻ കാണാറില്ല, എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല, അത്ര പ്രശ്നമില്ല. പക്ഷെ വയലൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന അത്ര നല്ല കണ്ടല്ല. ചർച്ചാ വിഷയമാണ് ഇപ്പൊ സിനിമ. വയലൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന അത്ര വയലൻസ് ഇല്ല. വേറെ കിക്കുകൾ പറഞ്ഞ ഭയങ്കര വയലൻസ് ആണ്. എന്തായാലും വയലൻസ് ഇഷ്ടപ്പെടുന്ന അത്ര നല്ല കാര്യമല്ല. നല്ല കാര്യമല്ല. ഇപ്പൊ ജയിലർ പോലും ഭയങ്കര വയലൻസ് ആയിരുന്നു. ചെയ്താ എന്നേ പറഞ്ഞാണ്. അതെ, അന്ന് ആ മൂവി ഏതാണ് അശ്വിൻ കോക്കിന് അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടം. കോക്കിന് അങ്ങനത്തെ വയലൻസ് ഫിലിമൊക്കെ ഇഷ്ടം. വയലൻസ് അത്ര നല്ലതല്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന യൂത്ത് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് മാർക്ക് പോലും സിനിമ ഇറക്കിയത്. ഒരു സിനിമയെ ഒരു എന്റർടൈൻമെന്റിൽ കണ്ടാൽ കുഴപ്പമില്ല. ഇപ്പൊ സിനിമയിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നു അത് നമ്മൾ കണ്ടുപിടിക്കണം. നല്ല ആൾക്കാർ നല്ല എടുക്കും, മോശം ആൾക്കാർ മോശം എടുക്കും. ഞാൻ എത്രയോ സിനിമയില്ല മോഹൻലാൽ സിനിമയിൽ കണ്ടുപിടിക്കുന്ന നീ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്രയുണ്ട്. അത് നല്ല മനുഷ്യൻ നല്ല എടുക്കും, മോശം എടുക്കുക. അല്ലാതെ സിനിമയുടെ കുഴപ്പമൊന്നുമല്ല. മാർക്കോൾ ഈ പറയുന്ന അത്ര വയലൻസ് ഒന്നുമില്ല. ഞാൻ കണ്ടതാണ്, സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ. എന്തായാലും എമ്പുരാൻ എനിക്കറിയില്ല 50-50 ഇരിക്കുകയാണ്. പ്രതീക്ഷ പോയാ 50-50 ഇല്ല. അത് ആഗ്രഹമല്ലേ, അത് ആഗ്രഹമാണ്. എനിക്കറിയില്ല എങ്ങനെ വരുമോന്ന്. കാരണം ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറാൻ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പടം ഹിറ്റാവും നല്ലതാണ്. കാരണം മലയാള സിനിമയിൽ ഇങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് ഫിലിംസും ആണ്. ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പടത്തിന് ഇതൊരു നെഗറ്റീവാണ് ശരിക്കും പറഞ്ഞ ലൈക്ക പിന്മാറുക എന്ന് പറയുന്നത്. ലൈക്ക മാത്രമല്ല, സിനിമാക്കാർ കളിക്കണ്ടേ. ഫിയോക്കില് വിജയകുമാർ പടങ്ങളുണ്ട്. അയാളാണ് മറ്റേ മരക്കാർ ഫ്ലോപ്പാക്കാൻ നോക്കിയത്. ഒരു കാര്യം പറയാം, മമ്മൂട്ടി മോഹൻലാൽ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. മരക്കായിരുന്ന സമയത്ത് ഒരു കളി നടത്തുന്നുണ്ട്. കാരണം അവർക്കൊരു OTT കിട്ടിയെങ്കിൽ കുറച്ച് ലാഭം കിട്ടിയാണ്. ആ സമയത്ത് പിണറായി വിജയൻ വിളിച്ച് ഇയാളോട് പറഞ്ഞു, ആൻഡി ബിൽബോർഡ് പറഞ്ഞു പടം തിയേറ്ററിൽ ഇറക്കണോ. ആൻഡി ബിൽ കളിച്ച ആളാരാണ്? ലോബീസ് ഉണ്ടല്ലോ. ലോബി ഇല്ല, മമ്മൂട്ടി തന്നെ കളിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞു ഈ പടം തിയേറ്ററിൽ ഇറക്കണം, അവർക്ക് നഷ്ടം ഉണ്ടായതുകൊണ്ട്. ആ സമയത്ത് വിജയകുമാറിനും ഫിയോക്കിൻ്റെ ആൾ നല്ല കളി കളിച്ചിട്ടുണ്ട്. കുറുപ്പണി സിനിമ അന്ന് ഇറങ്ങിയത് ഓടി. കുറുപ്പണി സിനിമ അവർ തിയേറ്ററിൽ OTT വിട്ടു. കാരണം മമ്മൂട്ടി നന്നായിട്ട് കളിക്കുന്ന ആളാണ്. മോഹൻലാൽ നല്ല പണി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നല്ല അച്ചടക്കം ആളാണ് മമ്മൂട്ടി, അത് നല്ലതാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ജീവിതത്തിൽ ശരിക്കും അഭിനയിക്കുകയാണ്. കാരണം പലരുടെ ഫംഗ്ഷന് പോവുക, സിനിമാക്കാരുടെ ഫംഗ്ഷന് പോവുക, മെഡിക്കുമ്പോൾ പോവുക, കല്യാണത്തിന് പോവുക, ഇതെല്ലാം സിനിമാക്കാർക്ക് മനസ്സിലാവില്ല. അവർ വിചാരം ഇയാൾ നല്ല മനസ്സോടെ ചെയ്യുന്നതാണ്, ഇയാൾ നല്ല മനസ്സിന് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നതാണ്. പക്ഷെ നല്ല അച്ചടക്കമുള്ള ജീവിതമാണ്. അതെല്ലാം ഉണ്ട്. ഇവർ രണ്ടും നേരെ ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റീസാണ് മമ്മൂട്ടി മോഹൻലാൽ. ഇങ്ങനത്തെ റിസ്ക് ഇപ്പം മരക്കാർ കൂടി ചിലപ്പോൾ അമിതാഭ് ബച്ചൻ ചോദിച്ചു നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടോ, നിങ്ങൾക്ക് അത്രയും മാർക്കറ്റില്ല. ആ റിസ്ക് മോഹൻലാൽ എടുക്കുന്നു. ഇത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കേട്ടാണ്. ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്തുകൊണ്ട് ഇൻവോൾവ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ ഡയറക്ടർ പടമാണുള്ളത്. ഇനി ഭാവിയിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് സംഭവം പൃഥ്വിരാജിൻ്റെയാണ്. കാരണം സുപ്രിയയ്ക്ക് പുള്ളിയുടെ വൈഫിന് ഈ കോർപ്പറേറ്റ് ഡീലിംഗ് അറിയാം, BBCയിലുള്ള ഉണ്ടല്ലോ. അതായിരിക്കും ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് സംഭവം. പക്ഷെ അവരെന്തുകൊണ്ട് ഇത് ഇൻവോൾവ് ചെയ്യില്ല, അത് മനസ്സിലാവുന്നില്ല. പ്രൊമോഷൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രൊമോഷൻ പോലും ഇല്ലാണ്ടാണ് ആ സിനിമ അന്ന് അത്ര രൂപ കളക്ട്. ദൃശ്യം പോലെ അല്ലല്ലോ എമ്പുരാൻ. ചെറിയ മൂവിയാണ്, അതൊരു ചെറിയ പടമാണ്, ഒരു ഫാമിലി മൂവിയാണ്. മോഹൻലാലിന്റെ പ്രശ്നമുണ്ട്, പ്രൊമോഷൻ നടത്തി കഴിഞ്ഞ തള്ളാണ്, എന്ത് തള്ളാണെന്നും പറഞ്ഞ അല്ലെ എന്ത് പ്രൊമോഷൻ തുടർന്ന് ഡിപ്പെൻസ് പടമാണ്. വലിയ പടങ്ങൾക്കാണ് അയപ്പ് കൊടുക്കുന്നത്. കാരണം എങ്ങാണ് പടം പൊളിഞ്ഞാൽ അവർക്ക് ഫിനാൻസ് വേണം, അത് മുടക്കി കാശ് കിട്ടണം. അതിനുവേണ്ടിയാണ് അവർ അയപ്പ് കൊടുക്കുന്നത്. കിങ് ഓഫ് കോത്തർ ഫ്ലോപ്പ് ആണെങ്കിലും പ്രൊഡ്യൂസറിന് കാശ് കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിന്റെ ഇപ്പോൾ ഓഡിയൻ റെക്കോർഡ് കളക്ഷൻ ഫസ്റ്റ് ഡേ 18 crore എന്തോ വാങ്ങിച്ചാൽ. ഇതെല്ലാം ഇവർ ഹൈപ്പ് കൊടുക്കുന്നത് ഇനീഷ്യൽ ബിസിനസ്. അതായത് ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം ഹൈപ്പ് കൊടുക്കാൻ കാരണം അതാണ്. കാരണം ആ എങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രീ ബിസിനസ്സിലും ഫസ്റ്റ് 3 ദിവസത്തെ ഇതിന് മുതലാക്കിയ കാശ് കിട്ടണം, ചിലവാക്കിയ കാശ് കിട്ടണം. ചേട്ടനോട് കേട്ടെ, ചേട്ടൻ ഇപ്പൊ ഒരു പ്രൊമോഷനും ഇല്ല. ലാലേട്ടന്റെ മൂവി നാളെ റിലീസാന്ന് പറഞ്ഞ ചേട്ടൻ കാണാൻ പോകും. നാളെ കാണാൻ പോകും എന്ന് പറഞ്ഞാൽ അറിയണ്ടേ, ജനങ്ങൾ അറിയണ്ടേ നാളെ റിലീസാണ്. ദൃശ്യം ഞാൻ തിയേറ്ററിൽ ആരും ഇല്ല. ഫസ്റ്റ്
സിനിമ ഞാൻ തിയേറ്ററിൽ അറിയാതെ അതിനാണ് പ്രൊമോഷൻ. ദൃശ്യത്തിന്റെ പ്രൊമോഷൻ ഇപ്പൊ എന്നാണ് എമ്പുരാൻ റിലീസ്? 27-ാം തീയതി. താങ്കളൊരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് അറിയാം, ഒരു സാധാരണക്കാരൻ അറിയണം ഇന്ന മലയാളികൾക്ക് അറിയാം. ഇല്ല, മലയാളികൾക്ക് അറിയില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുടർന്ന് ചെയ്യുന്നില്ല, തുടർന്ന് സിനിമയ്ക്ക് വലിയ പ്രൊമോഷൻ ചെയ്യുന്നില്ല. കാരണം അതിന് ആ ചെറിയ മൂവിയാണ്, ചെറിയ മൂവിക്ക് പ്രൊമോഷൻ വേണ്ട. വലിയ പടങ്ങൾക്കാണ് പ്രൊമോഷൻ എമ്പുരാന് മുമ്പ് തുടരാണ് വന്നിരുന്നെങ്കിൽ അതെന്തായാലും പ്രൊമോട്ട് ചെയ്തേനെ. എല്ലാവരും അത്ര പ്രൊമോഷൻ കൊടുക്കില്ല. അത് പ്രൊമോഷൻ ചെറിയ പടങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറങ്ങി കഴിയുമ്പോ പബ്ലിസിറ്റി ഒന്നുള്ളൂ. ഫസ്റ്റ് ഡേയില് നോക്കണം. ഇപ്പൊ എല്ലാവരും നോക്കണേ ലിയോടെ FD കളക്ഷൻ പൊട്ടിക്കുമോ? ഞാൻ പറയട്ടെ, കേരളത്തിൽ ലിയോടെ FD കളക്ഷൻ പൊട്ടിക്കുമോ? ഞാൻ പറയട്ടെ, ഈ ഓഡിയൻ എന്തെടുത്ത് തള്ളിയതാ? ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഡയറക്ടറാണ് തള്ളിയത്. ഡയറക്ടർ തള്ളി, അത് അവർക്ക് കാശ് കിട്ടി, ഫിനാൻഷ്യൽ സക്സസ്ഫുൾ ആണ്. മരക്കാരാണ് 5 കോടി നഷ്ടമുള്ളൂ. ഇവർ ഈ തള്ളിറങ്ങുന്ന മുഴുവൻ ഈ ഇനീഷ്യൽ കളക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടണ്ടേ? അത് കിട്ടും. അത് ആൻഡി പെരുമാർ ചെയ്യുന്നതാണ്. ആൻഡി പെരുമാർ പരിപാടിയതാണ് ഈ ഹൈപ്പ് കൊടുക്കുക. ഹൈപ്പ് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയാണ് എനിക്ക് പറഞ്ഞത്. കാരണം ആൾക്കാർക്ക് പടം നന്നാവില്ല, പക്ഷേ ആൾക്ക് കാശ് കിട്ടി. ഇത് ഷാറുഖ് ഖാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇന്ത്യയില്ല. അപ്പോൾ അമീർ ഖാൻ അങ്ങനെയല്ല. അമീർ ഖാൻ ആ ചെയ്യുന്ന പടം നന്നാവുന്ന ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനത്തെ പരിപാടിയില്ല. ആൾക്കാർക്ക് ആ പടം പറഞ്ഞിട്ട് വർഷങ്ങളായി. ആയിക്കോട്ടെ, ഇപ്പം 1-2 പടം അയാൾ 2 വർഷം വിളിക്കുകയാണ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് വരെ പൊളിഞ്ഞു. പക്ഷേ അയാളുടെ പടം ആൾക്കാർ കാണുന്നുണ്ട്. അയാളുടെ പടം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈനിങ് ആണ്. പ്രൊഡ്യൂസറിന് കാശ് കിട്ടും, പിന്നെ നല്ല മെസ്സേജും ഉണ്ടാവും. അയാൾക്ക് ആ സിനിമ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടണമുണ്ട്. ആ ഒരു അപ്രോച്ച് വർക്കില്ല. ഇവരുടെ ബിസിനസ് മൈൻഡ് അപ്രോച്ചാണ്. മീഡിയക്കാർ ചോദിച്ചില്ല എന്താ കുഴപ്പം. ഞാൻ സീരിയസ് അല്ല, സീരിയസ് ആണെങ്കിൽ ഇത്ര പണം ചെയ്യില്ല. നാളെ ഇറങ്ങിയ ഒരു ഐഡന്റിറ്റി മൂവി അയാൾ അഭിനയിച്ചുകൊണ്ടാണ് നല്ല പടമായിട്ട്. അത് ഓടായിട്ട് അയാൾ കാരണമാണ്. ബ്ലാക്ക് പണിയുടെ കാര്യം പറഞ്ഞാൽ അത് തെളിവില്ല. പക്ഷെ അതെല്ലാം പല ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ബഡ്ജറ്റും ഉണ്ട്. സിനിമാക്കാരെന്ന് പറയുന്നുണ്ട്, തിലകനാർ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ധ്യാനം നെഗറ്റീവ് ഇമേജ് ആണ്. ധ്യാന്റെ പടമാണെങ്കിൽ ഇനി ആരും കാണില്ല. ആ രീതിയിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര റീച്ചാണ് പുള്ളി ഇന്റർവ്യൂ. പക്ഷെ സിനിമ തിയേറ്ററിലേക്ക് അങ്ങനെയാണെങ്കിൽ ബാലയ്ക്ക് റീച്ചാണ് സിനിമ. ഒരു സിനിമ പോലും കയ്യിലില്ല. ബാലയ്ക്ക് റീച്ച് ഓൺലൈനില്ല. അതുകൊണ്ട് കാര്യമില്ല. ബാലക്കുള്ള റീച്ച് ലോകത്ത് ആരെങ്കിലും ഉണ്ട്? ഒരൊറ്റ മൂവിയില്ല പുള്ളിക്ക്. അല്ല, അത് മനഃപൂർവ്വം ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ഫീൽഡ് ഔട്ട് ആയി. പടമില്ല. അല്ല, പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. പുള്ളി ജീവിക്കാത്ത ആൾക്കാരുടെ ഉപയോഗിക്കില്ല. വലിയാണ് പുള്ളി സിനിമയുടെ കാമ്പുള്ള പുതിയ പെട്ടെന്ന് പറയും. എന്തായാലും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്കെല്ലാം നല്ല ഹൈപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കുത്തുപാടും. അതിന് വേണ്ടിയാണ് ഹൈപ്പ് കൊടുക്കണം. ഈ ഫാൻസിന് വേണ്ടി ചെയ്യുന്നത് അത് വേണ്ടിയാണ്. 1300 കളക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ പ്രീ ബിസിനസ്സും. അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ മൂവീസ് എല്ലാം ഹൈപ്പ് കൊടുക്കണം. എനിക്കൊരു ബാന്തര പോലും അവർക്ക് കാശ് കിട്ടും, അറിയില്ല. ഈ വർഷം എല്ലാം തിരിച്ചു. മോഹൻലാൽ മാത്രമല്ല, ദിലീപ് ആയാലും നിവിൻ പോളി, ഇവരെല്ലാം നിവിൻ പോളി തടി കുറച്ചു. നിവിൻ പോളി വരും ഉറപ്പാണ്. ഇവരാരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ആകെ ഫീൽഡ് ഔട്ട് ആയാലും മഞ്ജു വാര്യറാണ്. ബാക്കി എല്ലാരും ഫാൻ ബേസ് ഉണ്ട്. അല്ല, ജയറാമേട്ടനും ജയറാം മക്കളുടെ എല്ലാ പടങ്ങളാണ്. ജയറാം ഹോസ്റ്റലിൽ പോകണ്ടല്ലോ പോയാ. പക്ഷെ മറ്റുള്ള ഭാഷകളിലൊക്കെ പോയി കോമാളി കളിച്ചോണ്ടിരിക്കുകയാണ്. അതിന് പുള്ളിക്ക് രക്ഷയേ ഉള്ളൂ. പൊന്നിയിൻ സെൽവനിൽ അഭിനയിച്ചല്ലോ. പൊന്നിയിൻ സെൽവൻ നല്ലൊരു ക്യാരക്ടറാണ്. അങ്ങനത്തെ പുള്ളിക്ക് തമിഴ് തെലുങ്ക് നല്ല മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റ് ഇല്ലാത്ത മാർക്കറ്റ്. അവിടെ പുള്ളിക്ക് നല്ല റോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മള് നായകൻ സൂപ്പർ സ്റ്റാർ ആണ്. അവിടെ ചെന്ന് കോമാളിയാക്കാണ് ജയറാം. ദിലീപിനെ കൊണ്ടുവന്ന് ദിലീപ് കാരണം ജയറാം ഡൗൺ ആയത്. ഒരിടയ്ക്ക് 3-ാം സ്ഥാനത്തായിരുന്നു ജയറാം. അവർ രണ്ടുപേരും ഒരേ രീതിയിലുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ദിലീപിന് മാർക്കറ്റിംഗ് അറിയാം. മലയാളം സിനിമയിൽ മാർക്കറ്റിംഗ് കൊണ്ടുവന്നത് ദിലീപാണ്. ജയറാം അങ്ങനത്തെ ആയിരുന്നു അറിയില്ല. ജയറാം വലിയ കലാകാരനാണ്. ജയറാം ബിസിനസ് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഈ ചെണ്ടോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പുള്ളിക്ക് താല്പര്യം. പുള്ളി വലിയ കലാകാരനാണ്. എന്നാൽ കിട്ടിയ കാശിനെ കൊണ്ട് കളഞ്ഞിട്ടില്ല. പുള്ളിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല്ല, താല്പര്യമില്ല. കേരളത്തിലെ മലയാളം സിനിമയിൽ ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന ദിലീപിനാണ്. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാവുന്നത്. ആരും മമ്മൂട്ടിക്ക് പോകാനൊന്നും അറിയില്ല. എന്തായാലും എമ്പുരാൻ വലിയൊരു ഹിറ്റാവട്ടെ. കാരണം ഹിറ്റാവണമെന്ന ആഗ്രഹം. അല്ല, ഇനി 3-ാം പാട്ടുണ്ടല്ലോ. ശരിയായാലും അടുത്ത ഭാഗം വരുള്ളൂ. അല്ല, ഹിറ്റായാലും 3-ാമത് കഥ തീരണ്ടെന്നാ ചോദിച്ചത്. പൃഥ്വിരാജ് പറഞ്ഞ ലൂസിഫർ ഹിറ്റായാലും എമ്പുരാൻ വരുമല്ലോ നേരത്തെ പറഞ്ഞു. എമ്പുരാൻ ഹിറ്റായാലും പുള്ളി അടുത്ത പടം വരും. അല്ല, ഇത് കഥ തീരണ്ടെന്നാണ് താല്പര്യമുണ്ട്. പക്ഷെ എന്തായാലും 3-ാം ഭാഗം ഉണ്ട്. പടം ഫ്ലോപ്പ് ആയി ഉണ്ടാവില്ലെന്ന് പറയുന്നത്. ലൂസിഫർ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എമ്പുരാൻ ഉണ്ടാവില്ല പുള്ളി പറഞ്ഞാണ്. ലൂസിഫർ ഫ്ലോപ്പ് ആയ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് വരില്ലോ. സെക്കൻഡ് പാർട്ട് ഫ്ലോപ്പ് ആയ തേർഡ് പാർട്ട് വരില്ലോ. പിന്നെ പൃഥ്വിരാജിന്റെ ഫിലിമിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഇംപ്രവൈസേഷൻ
അതിന് വോട്ട് അനുവദിക്കുന്നില്ല ക്യാരക്ടേഴ്സിന് കഥാപാത്രങ്ങൾക്ക്. നേരത്തെ എന്ത് പ്ലാൻ ചെയ്തു അത് മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇംപ്രവൈസ് സമയമില്ല. പറഞ്ഞല്ലോ ക്രൂരനായ ഫിലിം മേക്കറാ പറഞ്ഞല്ലോ മോഹൻലാലിനെ കൊണ്ട് 15-16 ടേക്കിലെടുത്തിട്ടുണ്ട്. ഈ സിനിമയ്ക്കോ? മോഹൻലാൽ മിസ്റ്റേക്കല്ല, പല കാരണം കൊണ്ടാണ്. ഇയാൾക്ക് ഭയങ്കര പെർഫെക്ഷനാണ്. ഇയാൾ ഉദ്ദേശിച്ച എന്ത് കിട്ടണം. ഇയാൾക്ക് എല്ലാവരും പറയും ഇയാൾ ബിസിനസ്മാൻ. ഇയാളല്ല ബിസിനസ്മാൻ, ഇയാളുടെ ഭാര്യയാണ് ബിസിനസ്മാൻ. പുള്ളിക്കാരത്തെയാണ് ബിസിനസ് സൈഡ് അറിയണം. ഇയാൾക്ക് മുഴുവൻ സിനിമയാണ്. സിനിമയോട് ഭയങ്കര നെൽസറാണ്. ഫിലിം മേക്കിംഗ് മുഴുവൻ തന്നെ പഠിച്ചെടുത്താണ്. അയാൾ സിനിമയോടാണ്, ഫിലിംമാനാണ്, അല്ലാതെ ബിസിനസ് അല്ല. ബിസിനസ് സുപ്രിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർക്ക് കോർപ്പറേറ്റ് ഡീലേ അറിയാം. ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര വലുതായിട്ട് പോകും. ഈ മോഹൻലാലിന്റെ പടം ഒന്നല്ല. പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയത് ആരെയും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ രണ്ടും രണ്ടായി. അല്ല, ഇപ്പൊ സോണി തുടങ്ങാൻ കാര്യം സുപ്രിയാണ് മെയിൻ ഫാക്ടറോ. സുപ്രിയക്ക് കോർപ്പറേറ്റ് ഡീലേ അറിയാം. അതുകൊണ്ടാണ് വലിയ പ്രൊഡക്ഷൻ, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസ് മാറും. അവർ ബിസിനസ് സൈഡും ഇയാൾ സിനിമയുടെ സൈഡാണ് നോക്കുന്നത്. എന്തായാലും പൃഥ്വിരാജ് ഇപ്പോൾ സത്യങ്ങളൊന്നും പറയില്ല. പണ്ട് ഭയങ്കര സത്യങ്ങളായിരുന്നു. മമ്മൂട്ടി മോഹൻലാൽ കുറ്റം പറയലായിരുന്നു. ഒരു കുറ്റം പറയുന്നില്ല. പുള്ളിയുടെ കാര്യമാണ്, ഒരു സത്യം പറയുന്നില്ല. മമ്മൂക്ക് ഉണ്ടാവോ പടത്തില്? ഇല്ലെന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. സർപ്രൈസ് റോൾ ഇല്ലെന്നാണ് എന്നോട് രമേശ് പിഷാരടി പറഞ്ഞത്. അല്ല, അതിനകത്തൊരു തിരിഞ്ഞു നിൽക്കുന്ന ഒരു റോൾ ഉണ്ടല്ലോ, അത് ആരായിരിക്കും പ്രതീക്ഷ? എന്റെ ഫോട്ടോകൾ വന്നിട്ട് ഞങ്ങൾ ഞെട്ടോ ഈ പടം കാണുന്നത്. ആരാനറിയില്ല, ഏതൊരാളുണ്ട്. അതാര് പറഞ്ഞു? ആരാണ് ആളറിയില്ല. ഫാസ്റ്റിലോ ഫാദാണ് സംശയമുണ്ടിരിക്കുക. അറിയത്തില്ല. അതിന് ഓൾ ഇന്ത്യ മാർക്കറ്റ്, പാൻ ഇന്ത്യ മാർക്കറ്റ് ഉണ്ടല്ലോ. ഫാദ അയാൾ പ്രണവാണോ? പ്രണവൊന്നും കൊണ്ടല്ല, പ്രണവ മാർക്കറ്റില്ല. ഈ പ്രണവ് പോലെ പറയുന്ന ആള് ചെറുപ്പത്തിൽ നല്ല നടനായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. പവിത്രത്തിലുള്ള പുള്ളിയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് മോഹൻലാൽ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അതേ അയാൾ ഊട്ടിൽ പോയി പഠിച്ച അയാൾ അതിൽ ഡിവിയേറ്റിൽ പോയി. അത് നല്ലത് നടനാണ്. ഇനി പ്രതീക്ഷിക്കണ്ട, വലിയ താല്പര്യമില്ല. പക്ഷെ പുള്ളി ആ ജീവിതം എൻജോയ് ചെയ്യുന്നു. പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യം പുള്ളി ചെയ്യുന്നു. അന്ന് ഇയാൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഇന്ദ്രജിത്ത് നല്ല നടന്നാണ്. പൃഥ്വിരാജിനെ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിനെക്കാട്ടും നല്ല സ്വഭാവ നടന്മാരായിട്ട് ഇപ്പൊ സിദ്ദിഖ് ആസ് എ വ്യക്തി വളരെ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല നടന്നാണ്. നല്ല നടന്നാണ്. ഇന്ദ്രജിത്ത് നല്ല നടന്നാണ്. ഈ സ്വഭാവ നടന്മാർക്കാണ് ഏറ്റവും നല്ല റൂൾസ് കിട്ടുന്നത്. ഇത് കൊണ്ടുപോകുന്നത് പുള്ളിയുടെ ക്യാരക്ടറാണല്ലോ. ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം ചെയ്താന്റെ ഇമിറ്റേറ്റ് ഞാൻ പറയണ. ചെയ്താന്റെ പെർമിഷൻ വാങ്ങിച്ച് എനിക്ക് പറയണ. ശരിക്കും അങ്ങനെയൊക്കെ പറയാം. ലൂസിഫറിൽ അങ്ങനെ ചെയ്യുന്ന പറയണ. ചെയ്താന്റെ പെർമിഷൻ വാങ്ങിച്ചാൽ അതാണ് ചെയ്താനെ കാണിക്കുന്നത്. ഒരു വട്ടനായിട്ട് ചെയ്താനെ കാണിക്കുന്നത്. ചെയ്താൻ ഒരു സിനിമയിൽ വിളിക്കുന്നുണ്ട്, പല ആൾക്കാർ വിളിക്കുന്നുണ്ട്. പുള്ളി പോകാത്തതാണ്. അല്ല, ചെറുത്ത നല്ലൊരു ആക്ടറാണ്. നല്ല ആക്ടറാണ്. ഞാൻ ഇത് കണ്ടു, നിങ്ങളുടെ ഇത് കണ്ടു. പല എന്താണ് പഠിപ്പിച്ച മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ ആക്ടിങ് ആണ്. പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആണ്. ഈ പണ്ട് ഡയറക്ടറിനെ ജോൺ അബ്രഹാം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ആ ലൈനിൽ പുള്ളി പോകുന്നുണ്ട്. സർക്കാസ്റ്റിക് ഭയങ്കര. അല്ല, പുള്ളിക്ക് ഒരു ക്രിയേറ്റീവ് ആണ്. പക്ഷെ പറയുന്ന ഐഡിയാസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഇന്ന് പറയും, നാളെ വേറെ ഒന്ന് പറയും, ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യില്ല. അതിങ്ങനെ വന്നോണ്ടിരിക്കും. പുള്ളിയെ പറ്റി എവിടെ ചെന്നാൽ ആൾക്കാർ പറയും ആ ഒരു വട്ടത്തറുണ്ട്. വട്ടമാണ് പ്രാന്തല്ല, വട്ടത്തറം. പുള്ളി മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു. അറിയോ, പഴയ മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു. പുള്ളി സ്ഫടികം പോലും പുള്ളി ആ ചെയ്താൻ പേരെടുത്ത ആ ഇതിൽ നിന്നാണ്. പുള്ളിയുടെ DP പോലും ഇതായിരുന്നു. ചെയ്താൻ പഴയ മോഹൻലാലിന് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് എന്തോ ഒരു ടോക്ക്, എന്തോ എന്താണ് JNUയുടെ എന്തോ കാര്യത്തിൽ മോഹൻലാലിന് എന്ത് പറഞ്ഞപ്പോഴാണ് ഫാൻസിയറെ ആക്രമിച്ചത്. അതോടെയാണ് പുള്ളി പ്രശ്നമായത്. അല്ല, പുള്ളി മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു. ഏറ്റവും വലിയ വിരോധിയാണല്ലോ ലാലേട്ടന്റെ. എനിക്ക് ആസ് ആൻ ആക്ടർ പുള്ളി വളരെ ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആസ് ആൻ പ്രൊഫഷണലി പുള്ളി ഉയർന്നാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി തന്നെ കുറച്ച് നല്ല ലൈഫ് ലീഡ് ചെയ്യുന്നു. അച്ചടക്കമുള്ള ജീവിതം. ഇപ്പൊ അച്ചടക്കമുണ്ട്. എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് വിരോധം തോന്നാൻ കാരണം ഞാൻ പുള്ളിയായിട്ട് എനിക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ചെയ്താൻ പുള്ളിയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ റിവ്യൂ എടുക്കുമ്പോൾ അതൊന്നും കാണിക്കാറില്ല. ഇപ്പൊ അമൽനീരയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ബൊഗൈൻവില്ലേക്കും ഭീഷ്മയ്ക്കെല്ലാം പോസിറ്റീവ് കൊടുത്തത്. നല്ല പടമാണ്. പടം നല്ല പറയും. അത് നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഇത്ര അടിയിൽ കൊണ്ടുവരുന്നത്. പോലീസ് വയ്ക്കുകയാണ്, നിങ്ങൾക്ക് ഈ എന്തെങ്കിലും കാശ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ സിനിമാക്കാരുടെ കാശ് വാച്ച് ചെയ്യാൻ വയ്യാണ് പോലീസുകാർ പറയാം. ഇപ്പൊ എമ്പുരാന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു റിവ്യൂ ആയിരിക്കും. തിയേറ്ററിൽ പോകാൻ പറ്റില്ല.
തിയേറ്ററിൽ പോയി അടി ഉറപ്പാണ്. എന്തെങ്കിലും പേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ ആറാട്ട് ഇപ്പൊ ആറാടുകയാണെന്ന് പറയുന്ന പോലെ എമ്പുരാനിൽ എന്താണ് പറയാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു വെറൈറ്റി ഞാൻ ഒരു പേരിടാൻ നോക്കി, സ്ട്രൈക്ക് ആവണില്ല. ഞാൻ അത് ഇതിലിട്ടു, ബാഡ് ബോയ്സ് ഇട്ടാണ് തിമിർത്താടുക, അല്ലാതെ വൈറലാവണില്ല. അതൊരു സുഖമില്ല. നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലാനിങ് നടക്കില്ല. ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ നടക്കില്ല. അല്ല എന്തായാലും ഈ എമ്പുരാന്റെ റിവ്യൂ ആറാട്ടെണ്ണനെ പോക്കിന്റെ റിവ്യൂ എല്ലാവരും നോക്കണം. ഇല്ലില്ല, ആറാട്ടെണ്ണന്റെ റിവ്യൂ, എമ്പുരാന്റെ റിവ്യൂ ആറാട്ടെണ്ണന്റെ റിവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ. ആറാട്ടെണ്ണന്റെ റിവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഏതൊരാളുടെ റിവ്യൂ ജിയോടെ ഇരുന്നാൽ മതിയാണ്. തിയേറ്റർ ജിയോടേക്കില്ല. എന്തായാലും തിയേറ്ററിൽ കാണില്ലേ? ഫസ്റ്റ് ഡേ ഷോ കാണില്ലേ? എവിടെ ചെന്നാലും അടി ഉറപ്പാണ്. അങ്ങനെ അടിക്കണേ. ഇപ്പൊ മൾട്ടിപ്ലക്സിൽ പോയി മൾട്ടിപ്ലക്സ് കുഴപ്പമില്ല, PVR പോയി കാണും. അങ്ങനെ പറയല്ലേ, അവിടെ ഒരു ഈ ലാലേട്ടൻ 2 ഫാൻസാണ്, നരസിംഹന് മുമ്പ് നരസിംഹന് ശേഷവും. ഞാൻ പഴയ ഫാനാണ്, 80s 90s വളരെ ഫാൻ. നരസിംഹന് ശേഷമുള്ള ഫാൻസാണ് പ്രശ്നക്കാർ. ടോക്സിക് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ടോക്സിക് ഫാൻസാണ് നരസിംഹന് ശേഷം. ശരിക്കും നരസിംഹൻ സിനിമയാണ് മോഹൻലാലിന്റെ കരിയർ മാറ്റി. ഇനിയിപ്പോ മാർക്കോ ഫാൻസ് ആണ് അല്ലേ? അത് കഴിഞ്ഞു നരസിംഹ ഫാൻസ്, ഇനി മാർക്കോ വയലൻസ് ഫാൻസ് ആണ്. മാർക്കോ ഫാൻസ്. മോഹൻലാലിന്റെ ഇനി ഒരുപാട് നല്ല സിനിമകളുണ്ട്. പക്ഷെ മമ്മൂട്ടിയാണ് ഇപ്പൊ മലയാള സിനിമ അറിയപ്പെടുന്നത് മമ്മൂട്ടിയിലൂടെയും ഫഹദ് ഫാസിലൂടെയാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. മോഹൻലാലും എവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? എല്ലാ ഒരേ ടൈം വോയിസ് മാസിലാണ് ചെയ്യുന്നത്. പുള്ളി അഭിനയിച്ചാതൊന്നും ചെയ്യുന്നില്ല. അല്ല ഇപ്പൊ എമ്പുരാനാണ് മറ്റുള്ള ഭാഷകളിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മോഹൻലാലിനെ വന്നിട്ടുള്ളൂ. ദൃശ്യം പുള്ളിയുടെ അഭിനയം കൊണ്ടല്ല, അതൊക്കെ അജയ് ദേവഗന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചൈനയിലേക്ക് അജയ് ദേവഗന്റെ പടമായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്, മോഹൻലാലിന്റെ പടമായിട്ടല്ല. അതില് കമലാസനക്കാട് അഭിനയിച്ച മോഹൻലാലാണ്. പക്ഷെ ആ പടം സ്ക്രിപ്റ്റ് കൊണ്ടാണ് ഹിറ്റ് ആയത്, അഭിനയം കൊണ്ടല്ല. ഉഗ്രൻ സ്ക്രിപ്റ്റ് അല്ല, അഭിനയം ഉണ്ട്. ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കമലാസന്റെ അഭിനയം ഇതിൽ നോക്കിയപ്പോ ഞാൻ പറ്റും മോഹൻലാൽ കമലാസിന്റെ ഏറ്റവും ഫേവറായിട്ട് മോഹൻലാലാണ്. രാംഗോപാൽ പറഞ്ഞു ദൃശ്യം നമ്മള് ഏത് ഒരു ഭാഷയിലെടുത്ത് നോക്കിയാലും മമ്മൂട്ടി കിട്ടിയ ഫിലിമാണ്. ദൃശ്യം മമ്മൂട്ടി കിട്ടിയ പടമാണ്. ഈ ദൃശ്യം മമ്മൂട്ടി കിട്ടിയാണ്, രാജാവിന്റെ ബൊമ്മ മമ്മൂട്ടി കിട്ടിയാണ്, പിന്നെ ഏതാണ് കമ്പനി മമ്മൂട്ടി കിട്ടിയതാണ്, ദേവാസുര മമ്മൂട്ടി കിട്ടിയ, മൺചിത്തായ മമ്മൂട്ടി കിട്ടിയ, നിർണയം മമ്മൂട്ടി കിട്ടിയതാണ്. ഇതെല്ലാം മമ്മൂട്ടി അതിന്റെ പടമാണ്. പിന്നെ ഏതാണ് എല്ലാം മമ്മൂക്ക ചെയ്യേണ്ട റോൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറ്റാം. പൃഥ്വിരാജിന്റെ അടുത്ത് മമ്മൂട്ടിയായിട്ട് ചെയ്യുള്ളൂ. നോക്കിക്കോ, ഈ പൃഥ്വിരാജ് മോഹൻലാൽ ചെയ്യാൻ കാരണം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ പുള്ളി എന്തുകൊണ്ട്, നിങ്ങൾ പറഞ്ഞ പോയിന്റ് കേട്ടാ, നിങ്ങൾ എന്തുകൊണ്ട് പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസ് കൊണ്ടുവരുന്നില്ല? പുള്ളി റിസ്ക് എടുക്കുന്നില്ല. ചെലവുണ്ടാവില്ല, കോൺഫിഡൻസ് ഇല്ല. ഇത് വലിയ ബിഗ് ബഡ്ജറ്റ് തന്നെയാണ്. പുള്ളി എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മനസ്സിലാവണില്ല. അത് ഇയാൾ പറഞ്ഞ കറക്റ്റ് ഒരു പോയിന്റാണ്. ഡിസ്ട്രിബ്യൂഷൻ അധികം മാത്രം പൈസ ഒന്നും ഇറക്കണ്ട. 10 കോടി രൂപയൊക്കെ മതി ഡിസ്ട്രിബ്യൂഷൻ ഇറക്കാൻ. കേരളത്തിൽ 50 കോടി ഇട്ടില്ലേ? കേരളത്തിൽ 50 കോടി ഇട്ടത്തില്ലേ? 40 കോടി ലാഭമാണ് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എമ്പുരാൻ ലാർജ് സ്കെയിൽ ഫിലിമാണ്. മലയാള സിനിമയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഫിലിമാണ്. ഒരുപാട് ഫോറിൻ കൺട്രീസിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് 50 കോടി എമ്പുരാൻ നേടുന്നത്. ഫിലിമേക്ക് മലയാളികൾ തന്നെ സിനിമ ഫ്ലോപ്പാക്കാൻ നോക്കുക. ഇനി ഇപ്പൊ ഈ മരക്കാരിറങ്ങിയപ്പോ പ്ലാൻ ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നു. ഞാൻ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയ തിയേറ്ററിൽ ആരുമില്ല. പ്ലാൻ ഡിഗ്രേഡിങ്, ഓഡിയന് പ്ലാൻ ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നല്ലോ. പടം ഓഡിയന് പറ്റിയ പ്രശ്നം പറഞ്ഞാൽ അയാളുടെ പടം മാസാണ് പറഞ്ഞു, പക്ഷെ പടം ഇറങ്ങിയപ്പോൾ ക്ലാസ്സായി. ജോണിന്റെ കൂടെ എനിക്ക് മനസ്സിലായില്ല. അല്ല, മോഹൻലാൽ അഭിനയിക്കറിയാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഇപ്പൊ ഈ ബോട്ടോക്സിൻ ടെസ്റ്റ് ചെയ്ത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര മണ്ടത്തരായി പോയി. അല്ല, പല്ലൊക്കെ ഭയങ്കര ഒരു വേറെ രീതിയിലായി പോയി. പ്രായമൊന്നുമല്ല. ഇപ്പൊ മമ്മൂക്കി എന്താ പുള്ളിക്ക് ചുറ്റുമുള്ള ഗ്യാങ്. ഇപ്പൊ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ബേസിക്ക് നല്ലവണ്ണ ചുറ്റുമുള്ള ആൾക്കാരെ നശിപ്പിക്കണം. പുള്ളിയുടെ കൂട്ടുകാര് എല്ലാം അങ്ങനത്തെ ആൾക്കാരാണ്. മമ്മൂട്ടിയുടെ പല മോഹൻലാലിന്റെ കൂട്ടുകാർ MG ശ്രീകുമാർ അല്ലെങ്കിൽ ഗണേഷ് കുമാർ മമ്മൂട്ടി അടുപ്പിക്കില്ല. അനമ്പനെ മമ്മൂട്ടി അടുപ്പിക്കില്ല. ഇയാളെ കൂട്ടുകാരെ ഇയാളെ നശിപ്പിക്കണം. മമ്മൂട്ടി ഇപ്പോഴും മമ്മൂട്ടിയാണ് സ്ക്രിപ്റ്റ് കേൾക്കണം. അയാളാണ് ഏത് ഡയറക്ടറിനും എല്ലായിടത്തും എത്താം. അയാളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ജോർജിനെ നിൽക്കേണ്ട ആളത്ത് നിർത്തും. ഇവിടെ ആന്റണിയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ കഥ കേൾക്കുകയും മോഹൻലാൽ സിനിമയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇനിയും ചെയ്യാൻ പറ്റും. ഇനി വരുന്നല്ല തുടരും നല്ല പടം എന്നുള്ള ഒരുപാട് ബുക്കുകൾ കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ പുള്ളി ഈ വിമർശനങ്ങളോട് പുള്ളി പ്രശ്നമാണ്. പുള്ളി തിരിച്ചു വരും. ഇങ്ങനെ പലപ്പോഴും ഇയാൾ പറഞ്ഞ പലപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 86 മോഹൻലാൽ സൂപ്പർ സ്റ്റാർ സമയത്ത് മമ്മൂട്ടിക്ക് 9 ഫ്ലോപ്പ് വന്ന് മമ്മൂട്ടി ഓൾമോസ്റ്റ് ഔട്ട് ആയിരുന്നതാണ്.
ഫിലിം ഇൻഡസ്ട്രിയിൽ ഔട്ടായി തരുന്നതാണ്. എന്നിട്ടാണ് ന്യൂ ഡൽഹി ഹിറ്റായിട്ട് പുള്ളി വന്നത്. 10-20 പടം ഒരുമിച്ച് കൂട്ടിയാണ് ഓടി. വട്ടം പുള്ളി ഭാര്യയും 2 മക്കളും പുള്ളി എന്ത് ചെയ്യുന്ന അറിയാതെ തിലകനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല, കുത്തുവാള് തോന്നിട്ട്. അപ്പോഴാണ് ന്യൂ ഡൽഹി ഹിറ്റായത്. അതെ. ആ സമയത്ത് മമ്മൂട്ടി ഫ്ലോപ്പ് വന്നതാണ്. മോഹൻലാലിന് ഇപ്പോൾ നരസിംഹന് ശേഷം 13 ഫ്ലോപ്പ് വന്നതാണ്. അതിന് പുള്ളി തിരിച്ചു വന്നു. ഉദയനാഥ് നരൻ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഏതാണ് ന്യൂ ജനറേഷൻ വന്നപ്പോൾ കുറേ ഫ്ലോപ്പായി. മറ്റേ നമ്മുടെ മിസ്റ്റർ ഫ്രോഡ്, പെരിച്ചാഴി, കൂതറ, അങ്ങനെ കുറെ പടം പൊളിഞ്ഞു. ന്യൂ ജനറേഷൻ വന്നപ്പോൾ പുള്ളിയുടെ പൊളിഞ്ഞു. അതിന് പുള്ളി തിരിച്ചു വന്നു. ജനതാ ഗാരേജ്, പുലിമുരുകൻ, ഒപ്പം അതേപോലെ ഇപ്പൊ തിരിച്ചു വരികയാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഭീഷ്മ ഇറങ്ങുന്ന വരെ മമ്മൂട്ടിയുടെ എന്തെങ്കിലും എത്ര ഫിലിമോ പൊളിഞ്ഞത്? 2012 മൂവി ഉണ്ടല്ലോ, August 15 മുതൽ എത്ര 10-40 ഫ്ലോപ്പ് വന്നതാണ്. അന്ന് ആരും മമ്മൂട്ടി ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞില്ല. എത്ര പടം 10 ആരും ഫീൽഡ് ഔട്ടേ പറഞ്ഞില്ല. മോഹൻലാലിന്റെ 1-2 പടം ഫ്ലോപ്പ് ആയി ഫീൽഡ് ഔട്ടാണ്. വേറെ കുറെ കാര്യമില്ല പറഞ്ഞതിന് പ്രശ്നമാണ്. മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്, അവൻ്റെ പുള്ളി പിടിച്ചേക്കണം. അതിൽ ഇപ്പൊ പുള്ളി ചെയ്യുന്ന ഉഗ്രൻ റോൾസാണ്. നല്ല സ്ക്രിപ്റ്റാണ് ചൂസ് ചെയ്യുന്നത്, നല്ല സെലക്റ്റീവ്. ആ ഒരു സെലക്ടിവിറ്റി മോളെ കാണിക്കണം. ഇവൻ ഫാദർ ഈ കരിയറിൽ ഈ ടൈമിൽ തന്നെ വളരെ സെലക്റ്റീവാണ്. ആ സെലക്ടിവിറ്റി മോളെ കാണിച്ചിട്ടില്ല. കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുക, ഒരു പ്രൊഫഷണലിസം കാണിച്ചിട്ടില്ല. അമീർ ഖാൻ പറ്റേ അയാളുടെ ഭാര്യയുടെ ഫിലിമാണെങ്കിൽ പോലും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചെയ്യില്ല പറയും. ആ ഒരു അപ്രോച്ച് മോളെ കാണിച്ചിട്ടില്ല. കൂട്ടുകാർക്കായിട്ടുള്ള ഒരുപാട് പടം, ഈവൻ ഈ ലാലിസ്റ്റമണം സംഭവം ഇല്ലേ, അത് തിയേറ്ററിന് വേണ്ടി ചെയ്ത പരിപാടിയാണ്. അവർക്കറിയില്ല ഇയാൾ കൂട്ടുകാർക്കായിട്ട് എന്തൊക്കെ ചെയ്തു. ഈ കൂട്ടുകാർക്കൊന്നും ഒരു അർമ്മത്തില്ലേ. സുരേഷ് കുമാറിൻ്റെ ഒരു ഹോട്ടലിലായിരുന്നു ദുബായിലാണ്. അത് ആ നഷ്ടത്തിലായാലും ജയിലിൽ പോകുന്ന അവസ്ഥ നമ്മൾ മോഡലെടുത്തത്. പക്ഷേ ഇയാൾ ഈ കൂട്ടുകാർ കാണിക്കാൻ ആത്മഹത്യ ഇയാൾക്ക് ഇവർക്കില്ല. അയാളല്ല, ഞങ്ങളുടെ ക്ലോസ് കൂട്ടുകാരുണ്ട്. ഇത് ചില കാര്യമുണ്ട്. ചില കാലത്തൊന്നും പുള്ളി പോകേണ്ട സ്ഥലത്ത് പോയിട്ടില്ല. ഇപ്പൊ ഈ PKR പിള്ളി ആളുണ്ടായിരുന്നു, ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താണ്. അയാളെ കാണാൻ പോയില്ല. പിന്നെ മാധവൻ DP മാധവൻ്റെ ഒരു ആക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു മോളെ കാണണമെന്ന്. അതൊന്നും പുള്ളി കണ്ടിട്ടില്ല. പണ്ടല്ല ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു. എന്നോട് ക്യാപ്റ്റൻ രാജു മരിക്കണോ എന്നോട് പറഞ്ഞാണ് ലാൽ മാറിപ്പോയെന്ന്. പഴയ ലാലല്ല. പണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു. ഒരുപാട് പേര് ഭരിച്ചിട്ടും ഉണ്ട്. ഇപ്പൊ ആന്റണിയാണ് പുള്ളിയെ മാറ്റിയത്. ആന്റണിയാണ് മോഹൻലാലിനെ മാറ്റിയത്. അതുകൊണ്ട് സാമ്പത്തികം കിട്ടി. പക്ഷേ ആൻസർ നടന്ന് ഒരുപാട് സിനിമകൾ പോയി. അങ്ങനെയല്ല, ആന്റണി പെരുമ്പാവൂർ ബിസിനസ്സിലും മോഹൻലാൽ സിനിമയും ശ്രദ്ധിക്കുക. നല്ല കോമ്പിനേഷനാണ്. ആന്റണി പെരുമ്പാവൂർ ബിസിനസ് ശ്രദ്ധിക്കുക, മോഹൻലാൽ ബിസിനസ് അറിയില്ല. പുള്ളി ബിസിനസ് ശ്രദ്ധിക്കുക, മോഹൻലാൽ സിനിമ ശ്രദ്ധിച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തിരിയാണ്. ഇയാൾ ബിസിനസ്സിലും അയാൾ സിനിമയിൽ ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നേരെ തിരിയാണ്. അങ്ങനെ നല്ല കോമ്പിനേഷൻ വന്ന നല്ല കോമ്പിനേഷനാണ്. എന്തായാലും എമ്പുരാൻ വലിയ ഹിറ്റാവാൻ ആഗ്രഹിക്കുന്നു. താരമാണ് ഇപ്പൊ നടന്നല്ല. ലാലേട്ടൻ ശക്തമായി തിരിച്ചു വരവ് നടത്തട്ടെ. ഈ വർഷം ലാലേട്ടന്റെ ആവട്ടെ. ഈ വർഷം ഇനിയുള്ള ലാൽ യുഗമാണ്. എനിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല, അടി ഉറപ്പാണ്. ഫാൻസ് ഞാൻ പറഞ്ഞില്ല, നരസിംഹന് ശേഷമുള്ള ടോക്സിക് ഫാൻസാണ്. അമ്മാരുടെ മോഹൻലാലിന്റെ പഴയ സൂര്യഗായത്രിയോ ഉള്ളടക്കോ ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. അറിയോ ഇയാളുടെ എത്ര ബെസ്റ്റ് മൂവി, ചതയം അല്ലെങ്കിൽ ഉള്ളടക്കം അല്ലെങ്കിൽ സൂര്യഗായത്രി, രാജശില്പി, തന്മാത്രയൊക്കെ വീണ്ടും കാണാൻ പറ്റില്ലല്ലോ. തന്മാത്ര കാണാൻ പറ്റും. രാജശില്പി അയാളുടെ അന്നത്തെ കിരീടം, ഭരതം, എത്ര പടങ്ങളായി ചെയ്തിരിക്കണം. ഒരു കാലത്ത് അയാളുടെ എല്ലാ പടവും നല്ലതായിരുന്നു. എത്രയോ നല്ല പടം ചെയ്തിരുന്നു. എന്തായാലും ലാലേട്ടൻ ശക്തമായി തിരിച്ചു നടത്തട്ടെ. ബ്ലസ്സി മോനെ നല്ല കോമ്പിനേഷനാണ്. ഈ പ്രണയം മൂവി ഇവർ പ്രൊമോട്ട് ചെയ്തില്ല. വില്ലൻ മൂവി നല്ല ആക്ടിങ് ആണ്, പ്രൊമോട്ട് ചെയ്തില്ല ഫാൻസ്. പക്ഷെ മമ്മൂട്ടി ഫാൻസ് അങ്ങനെയല്ല, അവരെല്ലാ തരത്തിലും പടം പ്രൊമോട്ട് ചെയ്യും. അവർ ടോക്സിക് അല്ല. ഞാനിപ്പോൾ അന്ന് ആറാട്ടാണ് വൈറലായപ്പോൾ ഈ ഭീഷ്മ കാണാൻ തിയേറ്ററിൽ കയറിയപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഒന്നും ഇല്ല, അവർ ആറാടിക്കുകയെന്ന് പറഞ്ഞു. അവർ ടോക്സിക് അല്ല. ശരിയല്ല, മോഹൻലാലിൻ്റെ നരസിംഹ ഫാൻസ് ഭയങ്കര ടോക്സിക്കാണ്. ഇടിക്കുക ഭയങ്കര പ്രശ്നമാണ്. എന്തായാവട്ടെ, പടം നന്നായി വരട്ടെ, വലിയ വിജയം മാറട്ടെ, ലാലേട്ടൻ ശക്തമായി തിരിച്ചു വരട്ടെ, ലാൽ യുഗം തുടങ്ങട്ടെ, പഴയ ലാലിന് കിട്ടട്ടെ. ഓക്കെ.